കേരളത്തിൻ്റെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതായത് വന്യമൃഗ ശല്യം, അതിൻ്റെ ഏറ്റവും കൂടുതൽ പീക്കിലോട്ടൊക്കെ പോയി. അതായത് ഓരോ ദിവസം 2 പേര്, ഒരാൾ അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, കാട്ടാന ശല്യം, കാട്ടാന കൊല്ലുന്നു. അപ്പം നേരത്തെ ഇരുന്ന പിണറായി വിജയൻ ഗവൺമെൻറ് യാതൊരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. ശശിധരൻ എന്ന് പറഞ്ഞ മന്ത്രിക്ക് ആളുകൾ മരിക്കുന്നു, 15 ലക്ഷം അല്ലെ 10 ലക്ഷം കൊടുക്കുന്നു, ജോലി കൊടുക്കുന്നു, അതിൽ നിന്ന് ഊരിപ്പോകുന്നു. ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പിണറായി ഗവൺമെൻറ് കംപ്ലീറ്റ് ഫെയിലിയറാണ്. അതുകൊണ്ട് തന്നെയാണ് മലയോര വനമേഖല ഒന്നടങ്കം CPM തോറ്റുപോയത്, ഇടതുപക്ഷം. നിങ്ങൾ ഈ പറയുന്ന ഈ ആൾക്കാരോട് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. അവർക്കവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല, കാട്ടുപന്നി. അതേപോലെ തന്നെ ഈ ആന, അപ്പോൾ പറയും അതിന് ആഹാരം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കാട്ടിൽ നിന്ന് പുറത്ത് വരുന്നത്. ആബ്സല്യൂട്ട്ലി റോങ്. ഇത്രമാത്രം മഴ പെയ്യുന്നു, കാട്ടിൽ ആഹാരമില്ല, അതും തെറ്റ്. ഇതൊക്കെ ഈ പടച്ചുവിടുന്ന ഫോറസ്റ്റുകാർ പടച്ചുവിടുന്ന എൻവയറമെന്റലിസ്റ്റൊക്കെ പടച്ചുവിടുന്ന നരേറ്റീവായത്. ഇവിടെ മൃഗത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, മനുഷ്യന് തന്നെയാണ് പ്രാധാന്യം. അവിടെയാണ് സതീശൻ സർക്കാർ ഇടപെടേണ്ടത്, പ്രത്യേകിച്ച് ഷിബു ബേബി ജോൺ വനം മന്ത്രി. എന്താണ് ഇതിന് ഷോർട്ട് ടൈം, ലോങ് ടൈം പരിഹാരം? ഇപ്പോൾ എടുക്കേണ്ടത് ഷോർട്ട് ടൈം പരിഹാരമാണ്. എമർജൻസി ആയിട്ട് ഓരോ ദിവസവും ആൾക്കാർ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഷോർട്ട് ടൈം പരിഹാരം? ഇതിനകത്ത് ഹൈക്കോർട്ട് പറയുന്ന സംഭവം ഹൈക്കോർട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കണം. വേണ്ടാത്ത കാര്യത്തിൽ കോടതികൾ ഇടപെടുന്നുണ്ട് ഇന്ത്യയിലെ പല കാര്യങ്ങളിലും. മനസ്സിലാക്കേണ്ടത് ജനത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും ജനാധിപത്യവും ഫോറസ്റ്റും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വന്യമൃഗത്തിന് വേണ്ടിയല്ല ഇവിടെ ഇലക്റ്റഡ് ഗവൺമെൻറ് വന്നിരിക്കുന്നത്. ഇവിടെ ഷോർട്ട് ടൈം പരിഹാരം എന്ന് പറയുന്ന 60-100ഓളം സ്ഥിരമായിട്ട് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് സ്ഥിര ശല്യം വരുന്ന ആനകളെ പിടിക്കുക, അതിനെ അതിന് ടൂറിസം പർപ്പസിനും മറ്റ് പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ലേലം ചെയ്തു കൊടുക്കുക. കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ ആനയെ മേടിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിനെ ട്രെയിൻ ചെയ്യുകയോ കൊടുക്കുക. അല്ലാതെ ഇതിനൊരു വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒന്നും ഇതിനൊരു സൊല്യൂഷനല്ല. ഈ പറയുന്ന ഒരിക്കൽ ആന ഡൊമസ്റ്റിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ, ഞാൻ ഈ സയൻറ്റിഫിക്കലി ഒത്തിരി വായിച്ചു, പിന്നെ ഈ സാധനം തിരിച്ചു പോകത്തില്ല. കാട്ടിൽ ആഹാരമില്ലാത്തതൊന്നുമല്ല. ഈ സമ്മർ സമയത്ത്, വെയിൽ സമയത്ത് ഇതിന് ഷോർട്ടേജ് ഉണ്ടാകാറുണ്ട് വെള്ളത്തിന്. ബാക്കി ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞ്, അതായത് പഴമോ ഏത്തവാഴയോ തെങ്ങോ, ഇത് ഒരു 2-3 പ്രാവശ്യം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരും, കൂട്ടമായിട്ട് വരും. ഇതിനെ തടയാൻ പറ്റത്തില്ല ഒരു കാരണവശാലും. ഈ പറയുന്ന കിടങ്ങുകൾ, എലിഫന്റ്, അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് എല്ലാത്തിനും. ഇവിടെ വേണ്ടത് പെട്ടെന്നുള്ള സൊല്യൂഷനാണ് വേണ്ടത്. ഈ പറയുന്ന 10-60-70 ആനകളെ പിടിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് റോഡ് പടയപ്പ, കിടയപ്പ, ഓരോരുത്തരുടെ പേരിട്ടേക്കുക. തമിഴ്നാട് ചെയ്യുന്ന പോലെ ചെയ്തേക്കണം. ഒന്നില്ലെങ്കിൽ ഇതിനെ കൊടുത്തു തമിഴ്നാടത്തേക്ക് ഇതിനങ്ങ് തട്ടിക്കളയും, ആരും അറിയത്തൊന്നുമില്ല. അപ്പം അതിൻ്റെ ആ ബെൽറ്റ് എടുത്തിട്ട് ഏതെങ്കിലും കാട്ടുപോത്തിനിട്ട് കൊടുക്കും. അതായത് ജനങ്ങളെ സംരക്ഷിക്കുക, അവൻ്റെ സ്വത്തിനെ സംരക്ഷിക്കുക, അവൻ്റെ ലൈവ്ലിഹുഡ് എങ്ങനെ ജീവിക്കും അതിനെ സംരക്ഷിക്കുക ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടിയന്തരമായിട്ടുള്ളവർ ചെയ്യേണ്ട സംഭവമാണ്. പിണറായി വിജയൻ ഗവൺമെൻറ് വെറും വൃത്തികെട്ട രീതിയിലാണ് ഇത് ഈ 10 വർഷം ഹാൻഡിൽ ചെയ്തത്. അതുകൊണ്ടാണ് കേരളം വിട്ട് പല ആൾക്കാരും ഒരു നിവൃത്തിയും ഇല്ലാതെ വിദേശത്തോട്ടൊക്കെ പോകാൻ ഒരു കാരണം ഇതാണ്. മലയോരത്തിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല. ചക്കയുടെ സീസൺ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ഇറങ്ങും. വല്ലാത്ത അറ്റാക്കാണ് ഉണ്ടാകുന്നത്, വല്ലാത്ത രീതിയിൽ. ഒരാളുടെയും കൃഷി ഒന്നും വെക്കാൻ സമ്മതിക്കുന്നില്ല. വീടുകൾ ചവിട്ടി പൊളിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മനുഷ്യനെ കൊല്ലുന്നു. അതേപോലെ തന്നെ കാട്ടുപന്നി, ആ നിയമം പൂർണ്ണമായിട്ട് മാറ്റണം. ഇത് കേന്ദ്ര ഗവൺമെൻറ് നിയമമൊന്നുമല്ല, കടുവ കേന്ദ്ര ഗവൺമെൻറ് നിയമമാണ്. അപ്പം അതിലോട്ട് പോകണ്ട.
അങ്ങനെയാണ് അതിനെ ട്രാപ്പ് വെക്കുക, പിടിക്കുകയോ സൂവിലിടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കുക. ഈ ഒരു കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് നടപടിയെടുക്കേണ്ടത് പൂർണ്ണമായിട്ടും. ഇതിനകത്ത് ചെയ്യേണ്ടത് എന്തുവാ? ഈ പറയുന്ന സംഭവം, അതായത് പന്നികൾ, അതായത് കാട്ടുപന്നി, ഈ സാധനത്തെ ഇപ്പോൾ ഒരു കമ്മിറ്റി കൂടോ ഫോറസ്റ്റുകാരെ ആ പുല്ലിനൊന്നും പോകാൻ ആൾക്കാരോട് പറയാൻ വെടിവെക്കുക, നീ തിന്നു, ഇതങ്ങ് കുറയും. മനസ്സിലാക്കുക എങ്ങനെയാണ് കാടിൻ്റെ നിയമം. ആദ്യം ഈ കാട്ടുപന്നി വരും, മറ്റുള്ള സാധനം അതിനെ പിടിക്കാൻ വേണ്ടിയാണ് ഈ മറ്റുള്ള സാധനം ഓരോന്നായിട്ട് വരുന്നത്. ഓരോന്നിറങ്ങും, അതിൻ്റെ പുറകെ ആന വരുന്നു, അതിൻ്റെ പേര് പുലി വരും, അതിൻ്റെ പേര് കടുവ വരും. ഇങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ ഈ കാട്ടുപന്നിയെ തീർക്കുക, ആനയെ പിടിക്കുക, അതേപോലെ പ്രശ്നമുണ്ടാകുന്ന കാട്ടുപോത്ത് അതിനെ തട്ടുക, കുറച്ചെണ്ണത്തിനെ അങ്ങ് തട്ടണം. കാരണം ഇതിൻ്റെ പോപ്പുലേഷൻ, അതായത് ഭയങ്കരമായിട്ട് പെറ്റങ്ങ് പെരുകിയേക്കുക. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, ഈ കൃത്യമായിട്ട് വൈൽഡ് ലൈഫുമായിട്ട് കേരളത്തിൽ ബന്ധമുള്ളവർ തന്നെയാണ് പറഞ്ഞത്. ഇത് വളരെ നേരത്തെ പല ആൾക്കാരും വാൺ ചെയ്തിരുന്നു, ഗവൺമെൻറ്റിനോട് പറഞ്ഞിരുന്നു. അതായത് ആനയെപ്പിടുത്തം തുടങ്ങണം, കാരണം ഇത് ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ ലൈഫിനെ ബാധിക്കും, അവനെ എല്ലാ തലത്തിലും ബാധിക്കും. അവൻ്റെ ലൈഫിനെ ബാധിക്കും, അവൻ്റെ കൃഷിയെ ബാധിക്കും, അവൻ്റെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും, ആ പ്രദേശത്തെ മുഴുവനും ബാധിക്കും. ഇതാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. ഇതാണ് ഷോർട്ട് ടൈം സൊല്യൂഷൻ. ലോങ് ടൈം വേറെ പരിപാടികൾ ചെയ്യണം. ഈ പറയുന്ന എലിഫൻ്റ് ഫെൻസിങ്ങും കിടങ്ങുമൊന്നും അല്ല. കാട്ടിനകത്ത് നിൽക്കാൻ വേണ്ടിയുള്ള വാട്ടർ, അത് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഉണ്ടാക്കി ടാങ്കുകൾ ഉണ്ടാക്കുക, മറ്റു പലത്. കാരണം ഞാനിത് കണ്ടിട്ടുണ്ട് കെനിയയിൽ, അവരെങ്ങനെ ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയൊക്കെ ഉണ്ട്. കാരണം ഞാനൊരു വൈൽഡ് ലൈഫ് ലവറാണ്, സ്ഥിരമായിട്ട് വൈൽഡ് ലൈഫിൽ പോകുന്നത്. പക്ഷേ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലോട്ട് വൈൽഡ് ലൈഫ് മാറുമ്പോൾ, അതേപോലെ മൃഗങ്ങൾ മാറുമ്പോൾ, അത് ഗവൺമെൻറ് തന്നെയാണ് അത് നേരിടേണ്ടത്. ഇപ്പോൾ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെ അവർ വർഷത്തിൽ ഇത്ര ദിവസം കൊടുത്തിട്ടുണ്ട് ഈ മാനിനെ, അതിനെയും കരടിയൊക്കെ വെടിവെക്കാൻ. ഇത്ര ദിവസം കൊടുത്തിട്ടുണ്ട് അവർക്കതിനെ വെടിവെക്കാം, അവർക്കതിനെ തിന്നാം. കാരണം അവിടെ ജനങ്ങൾക്കാണ് പ്രാധാന്യം. ഇവിടെ ജനങ്ങളെക്കാളും പ്രാധാന്യം വന്നിരിക്കുന്നത് ഈ പറയുന്ന വന്യമൃഗങ്ങൾക്കാണ്. ഉറപ്പായിട്ടും പ്രാധാന്യം കൊടുക്കണം. പക്ഷെ ജനങ്ങളെ അറ്റാക്ക് ചെയ്യാനും അവൻ്റെ ലൈഫ് മുഴുവനും നശിപ്പിക്കാനും അവൻ്റെ കൃഷി നശിപ്പിക്കാനും ഇത് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇത് കർശനമായ നിയമത്തിലോട്ടങ്ങ് എടുക്കണം. നിയമം മാറ്റിയങ്ങ് എഴുതിയേക്കണം. കാരണം വനത്തിനകത്ത് കയറി ഒന്നും ചെയ്യരുത്, പക്ഷെ പുറത്ത് വന്നാൽ നേരിടാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങൾക്ക് പവർ കൊടുക്കണം അതിനെ വെടിവെക്കാൻ. അല്ല, ഗവൺമെൻറ് തന്നെ ഉദ്ദേശിക്കണം. ഈ പറയുന്ന കാരണം ആന ഒരു വലിയ ശല്യമാണ് എല്ലായിടത്തും. വെറുതെ ആൾക്കാരെ കൊല്ലുക. ഇതിനകത്ത് എന്ത് പോംവഴിയാണ് ഉള്ളത്? കോർട്ട് പറയുന്ന അതിനെ പിടിച്ച് ഇന്നടത്തെ വെക്ക്, ഇതിനെ നോൺസെൻസ് ഇതൊക്കെ. ഇതൊന്നും പ്രാക്ടിക്കൽ സൊല്യൂഷനല്ല. പശ്ചിമ ബംഗാളിൽ ശരിക്കും ഉണ്ട്, പ്രത്യേകിച്ച് സിലിഗുഡി ഏരിയയിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. ആസാമിലുണ്ട്. അവിടുന്ന് ഈ ആനയെ പിടിക്കാൻ പോകുമ്പോൾ ഇതിനെ ചെയ്യുമ്പോഴൊന്നും ഇതേപോലെയുള്ള മീഡിയ പരിവർത്തനം സംഭവം. കാരണം ഇവിടെ മീഡിയയ്ക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഭയങ്കര സംഭവമായിട്ട് ലൈവ് ആടിക്കുന്നത്. ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ത്രില്ലായിട്ട് തോന്നും. ഇത് മനുഷ്യനെ കൊല്ലുന്ന സാധനമാണിത്. ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് തന്നെ, സ്റ്റേറ്റിൻ്റെയാണ് ഉത്തരവാദി. അതേപോലെ ഫോറസ്റ്റിനെ മര്യാദയ്ക്ക് നിർത്തണം. എത്ര ഫോറസ്റ്റിൻ്റെ കേസുകൾ അനാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് കേസെടുക്കുകയാണ് ഒരു കാര്യവുമില്ലാതെ. ആ ഫോറസ്റ്റിനെ മര്യാദയ്ക്ക് പല ആൾക്കാർക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസുകൾ വിഡ്രോ ചെയ്യണം. അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നല്ല അഴിമതിക്കാരാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അതേപോലെ തന്നെ ഫോറസ്റ്റിനകത്ത് തേക്ക് വെച്ചിട്ടുണ്ട്, തേക്ക് എസ്റ്റേറ്റ്. എല്ലാ വർഷവും അതിൻ്റെ അകത്ത് 19-20 കോടി രൂപയെ കിട്ടുന്നുള്ളൂ ഗവൺമെൻറ്റിന്. പക്ഷെ അതിൻ്റെക്കാളും വലിയൊരു എമൗണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ലൈൻ ഇടാനും, അതായത് ഫയർ ലൈൻ ഇടാനൊക്കെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നുമുണ്ട് നല്ലൊരു എമൗണ്ട്. ഈ തേക്കുകൾ മുഴുവനും മാറ്റുക, നാച്ചുറൽ ഫോറസ്റ്റ് ഉണ്ടാകട്ടെ. അപ്പോൾ കൂടുതൽ ഈ പറയുന്ന മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള ഇത് കിട്ടും. ഇവിടെ തേക്ക് കൊണ്ടൊന്നുമല്ല ഇവിടെ സംഭവം നടക്കുന്നത്. ഈ തേക്കെന്ന് പറയുന്ന സാധനം വീടുകളിൽ ആൾക്കാർ വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് വെട്ടാൻ കൊടുക്കുക. അതിനകത്ത് ഫോറസ്റ്റ് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് വെക്കുക, മരം വെട്ടുകയോ വിൽക്കുകയോ, അത് അവരുടെ ഇഷ്ടത്തിന് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അതായത് മനസ്സിലാക്കേണ്ടത്,
ഈ ഫോറസ്റ്റും മനുഷ്യനുമായിട്ട് ഒരുമിച്ച് തന്നെ പോകണം. പക്ഷേ ഭീകര ജന്തുക്കൾ ഈ ഫോറസ്റ്റിനകത്ത് ഉണ്ടാകുമ്പോൾ അതിനെ നശിപ്പിക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിനകത്ത് ഒരു കാരണവശാലും ഈ പറയുന്ന ആനപ്രേമികളും ഈ പ്രേമികളുടെ കാര്യമല്ല നോക്കേണ്ടത്, കോടതിയെ കൺവിൻസ് ചെയ്യണം. കോടതിയല്ല ഈ പറയുന്ന ആൾക്കാരെ ചവിട്ടിക്കൊല്ലുന്ന സമയത്ത്, ഈ ആൾക്കാരെ കൊല്ലുന്ന സമയത്ത് ഇത് കാണാൻ മോണിറ്റർ ചെയ്യാൻ പോകേണ്ടത്. അത് കോടതിക്കും ബോധ്യമാകണം. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇത് ചെയ്യുന്നത്. മനുഷ്യൻ്റെ സംരക്ഷണയും അതിൻ്റെ സ്വത്തും അത് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അത് സ്റ്റേറ്റിൻ്റെ തന്നെയാണ്, കോടതിയുടെ അല്ല അതിൻ്റെ ഉത്തരവാദിത്വം. ഇതും കൂടെ മനസ്സിലാക്കണം. ആ രീതിയിലേ പോകാൻ പറ്റുകയുള്ളൂ. ഇത് കർശന നിയന്ത്രണം എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആനയെ പിടിക്കുക. ഏകദേശം 10, 60, 100 ആനകളെ പിടിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതേപോലെ തന്നെ കാട്ടുപന്നികളെ അത് ജനങ്ങളോട് പറയാൻ വെടിവെച്ച് കൊല്ലുക. അതിന് ഫോറസ്റ്റുകാരോട് ചോദിക്കേണ്ട, അവൻ്റെ പറമ്പിൽ വന്നാൽ വെടിവെച്ച് കൊല്ലുക, അത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ കാട്ടുപോത്ത്, ശല്യമായി വരുന്ന സ്ഥിരമായിട്ട് വരുന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ അണ്ണാൻ്റെ കാര്യം അതിനെയും കൺട്രോൾ ചെയ്യുക. കുരങ്ങന്മാരുടെ ശല്യം കൺട്രോൾ ചെയ്യുക. പറ്റുന്നില്ലെങ്കിൽ അതിനെയും വെടിവെച്ച് കൊല്ലുക. മനുഷ്യന് പ്രാധാന്യം കൊടുക്കണം. മനുഷ്യന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ജനാധിപത്യ ഗവൺമെൻറ് മുന്നോട്ട് പോകേണ്ടത്. മൃഗങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ മൃഗത്തെ പോലെയല്ല എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിലുള്ളവർ ചിന്തിക്കേണ്ടത്. മനുഷ്യന് വേണ്ടിയാണ് എലക്റ്റഡ് ആയേക്കുന്നത്.